മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച നഞ്ചക്ക് ഉൾപ്പെടെ കണ്ടെത്താനായിരുന്നു ഈ പരിശോധന. പല വീടുകളും അടച്ചിട്ട നിലയിലായിരുന്നു. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകാനായിട്ട് ചേരുകയാണ്. ഇംതിയാസ്, ഇതിൽ ഇപ്പോൾ തന്നെ ഷഹബാസിന്റെ ഉപ്പ പറയുന്നുണ്ട് ഇതിൽ അട്ടിമറി നടക്കുന്നു, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പരിശോധനയിൽ എന്തൊക്കെ കണ്ടെടുക്കാനായിട്ടുണ്ട്? ഈ നഞ്ചക്ക്, ഈ ഷഹബാസിന്റെ മരണത്തിന് തലയോട്ടി അടിച്ചു പൊട്ടിച്ച നഞ്ചക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അക്ഷയ ആൻഡ് ആര്യ, അല്പസമയം മുൻപാണ് ഈ പ്രതികളായ വിദ്യാർത്ഥികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. 5 പേരുടെയും വീടുകളിൽ ഒരുമിച്ചായിരുന്നു റെയ്ഡ് നടത്തിയത്. നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അക്രമത്തിന് ഉപയോഗിച്ച നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുക്കാനാകുമോ എന്ന രീതിയിലായിരുന്നു പരിശോധന. പക്ഷേ ഡിവൈഎസ്പി പറഞ്ഞതനുസരിച്ച് അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്ന ഒരു കാര്യം. ഇതിലിപ്പോൾ ഇവരുന്നയിക്കുന്ന, അതായത് ഈ കുടുംബം രാഷ്ട്രീയ സ്വാധീനമെന്ന് ഉന്നയിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പ്രതികളായ വിദ്യാർത്ഥികളുടെ എല്ലാം അച്ഛനമ്മമാർ ഉൾപ്പെടെയുള്ളവർ വലിയ ജോലികൾ, അതായത് ഗവൺമെൻറ് ജോലികളും മറ്റേ പോലീസുമായിട്ടും അതായത് പാർട്ടികളുമായിട്ടൊക്കെ അത്യാവശ്യം ബന്ധമുള്ളവരാണ്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി കേസിൻ്റെ നടത്തിപ്പിനെ അത് ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഈ പിതാവായിട്ടുള്ള ഇക്ബാൽ, ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവെച്ചത്. അതേസമയം തന്നെ ഈ നീതിപീഠത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ട്യൂഷൻ സെൻറ്റർ പരിസരത്ത് അടക്കമുള്ള സ്ഥാപനങ്ങളിലെ വിവിധ CCTV ക്യാമറകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, പലതും പരിശോധിച്ചു വരികയാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ കുടുംബം, ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഈ പുറത്തു നിന്നുള്ള മുതിർന്നവർ അടക്കമുള്ളവർ ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, ഈ കുട്ടികൾക്ക്, ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർ സഹായം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം അവർ ഉന്നയിച്ചിരുന്നു. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടെ വേണ്ടിയാണ് ഈ CCTV ക്യാമറകളെല്ലാം പരിശോധിക്കുന്നത്. അതുമാത്രമല്ല, ഇവരുടെ പാരൻസ് ഉൾപ്പെടെയുള്ളവരുടെ കൂടുതൽ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. അതെല്ലാം കഴിഞ്ഞാൽ എത്ര പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്കപ്പുറം പുറത്തുനിന്ന് എത്ര പേർ ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയും ചെയ്യും. നാളെയാണ് SSLC പരീക്ഷ ആരംഭിക്കുന്നത്. നാളെ അറബിക് പരീക്ഷയാണ് ഷഹബാസിന് എഴുതേണ്ടത്. ഈ പ്രതികളായ വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് വളരെ വൈകാരികമായിട്ട് ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ നേരത്തെ പറയുകയും ഉണ്ടായി. എന്തായാലും അന്വേഷണം കാര്യമായ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. അക്ഷയ. ശരി.